Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, എന്തുണ്ട് വിശേഷം? എവിടെ വരെയാണ് എക്സാം ഡേറ്റ് വന്നു, അതാണ് വിശേഷം. ഓക്കെ, സന്തോഷായോ? സന്തോഷായോ? ഇപ്പോഴും പറയാറില്ലേ പഠിച്ചു തുടങ്ങണം എന്ന് അല്ലേ? പിള്ളേരുടെ എക്സാം ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി നെക്സ്റ്റ് വീക്ക് കൊണ്ടൊക്കെ അത് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പൊ ഇനിയും സമയമുണ്ട് ഇല്ലേ? ടൈം ഉണ്ട്, ഒരു 1 മന്തോളം ടൈം ഉണ്ട് അല്ലെ? അപ്പൊ ഇപ്പൊ തുടങ്ങിയാലും മതി കേട്ടോ. ഇനിയിപ്പോ വൈകിന്നൊന്നും വിചാരിക്കണ്ട. അതുമല്ല, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. എക്സാം അടുപ്പിച്ചൊന്നും അല്ലല്ലോ. അതിന്റെ മോഡ്യൂൾ എക്സാം ആണ്. അതിന് ശേഷം കുറച്ച് സമയമില്ലേ മെയിൻ എക്സാമിലേക്ക്? ഉണ്ട് അല്ലെ? മെയിൻ എക്സാമിന് നിങ്ങൾക്ക് പേപ്പർ വൈസ് ആയിട്ടായിരിക്കും എക്സാം, അതറിയാലോ. മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4 അങ്ങനെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുമിച്ച് വരില്ല. മോഡ്യൂൾ എക്സാം നടക്കുന്നത് പോലെ, മറ്റേ നമ്മുടെ മെയിൻ മോഡൽ എക്സാം നടക്കുന്നത് പോലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ. ഒരു 10-15 ചാപ്റ്റേഴ്സ് മാക്സിമം അല്ലേ ഉണ്ടാവുള്ളൂ ഒരു മോഡ്യൂളില്. അതിന് കുറവുമായിരിക്കും, ചില മോഡ്യൂൾസിൽ അതിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യേണ്ട. അപ്പൊ അതും ഗ്യാപ്പിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എക്സാം അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടും അല്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ടൈം ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. പക്ഷെ അതിന് മുൻപായിട്ട് നിങ്ങളൊന്ന് റിവിഷൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ അത് ഇപ്പോഴേ തന്നെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ടൈം കിട്ടുന്നത് പോലെ കേട്ടോ. ഓക്കെ, കുട്ടികളുടെയൊക്കെ എക്സാം ആണ്. എല്ലാം നമ്മുടെ അതേ രീതിയിൽ തന്നെ പോണം അല്ലെ? അതാണ് വിചാരിച്ച് ഇത് മാറ്റി വെക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒപ്പം ഇതും കൊണ്ടുപോവാ കേട്ടോ. മാക്സിമം എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കും. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് സമയം മതിയല്ലോ. അപ്പൊ അതിന് ശേഷം കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അത് കവർ ചെയ്യാൻ കുറച്ചും കൂടി ടൈം കിട്ടും കേട്ടോ. ദിവസം ഉണ്ട്, ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. 1 ഡേ ഒക്കെ ഗ്യാപ്പ് തന്നിട്ട് തന്നെയാണ് എക്സാം നടത്തുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പോ ഒന്ന് റിവൈസ് ചെയ്യാം. ആ ഒരു സമയത്ത് എന്താണ്, ആ ഒരു സമയത്ത് ഫുൾ ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാനൊന്നും പറ്റില്ല എങ്കിൽ പോലും ഫുൾ ചാപ്റ്റേഴ്സ് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതിന് മുൻപത്തെ നിങ്ങളൊന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം എടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ചാല് നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മോഡ്യൂൾ എക്സാം 3 and 4 ഒരുമിച്ചുള്ളതോ അതൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങളുടെ 1 and 2 എക്സാം എളുപ്പമായിരുന്നില്ലേ? 1 and 2 മോഡ്യൂൾ എക്സാം എളുപ്പമായിരുന്നില്ലേ? അതുപോലെ തന്നെ എളുപ്പമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്തൊന്നും ടെൻഷൻ അടിക്കേ വേണ്ട. മെയിൻ എക്സാമിനും ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പോഴേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വേഗം പോർഷൻസ് തീർക്കാം. അതാണ് ആദ്യം വേണ്ടത് അല്ലെ? അപ്പൊ ഈ ഒരു ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് പെയിന്റിംഗ് ഉണ്ട്. 1 and 2 മോഡ്യൂളിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി പാടായിരിക്കും 3 and 4 എന്ന് പറയാം. പക്ഷെ അത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒന്ന് മനസ്സിലാക്കി എടുക്കാന്നുള്ളതൊരു പാടാണെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ അത് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കാതെ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്, അത് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മോഡ്യൂൾസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ ടീച്ചേഴ്സ് പറഞ്ഞിട്ടില്ലേ? മിസ് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു? 3rd and 4th മോഡ്യൂള് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അല്ലെ? പേടിപ്പിക്കാൻ പറയുന്നതൊന്നും അല്ല. നിങ്ങളുടെ എഫേർട്ട് വേണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് നമുക്കറിയാം നമ്മൾ എന്തോരം കപ്പാസിറ്റി നമുക്ക് ഉണ്ടെന്നുള്ളത് അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളും ഗ്രാസ്പിംഗ് കപ്പാസിറ്റിക്ക് വ്യത്യാസമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ എഫേർട്ടാണ്. ഓക്കെ, നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെ എഫേർട്ട് എടുത്താലേ പറ്റും. ഓക്കെ, ഇപ്പോ ക്ലാസ്സുകളിലൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിവൈസ് എന്താണ് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടിട്ട് ആ ഒരു ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പോർഷൻസിലേക്ക് പോവാണ് കേട്ടോ. ടൈം കളയുന്നില്ല. ഇപ്പൊ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും, ചാപ്റ്ററും കൂടി ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ, ഓൾറെഡി ഉള്ള ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് നിങ്ങളെ എക്സാമിലേക്ക് വിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആ ഭാഗം അല്ലേ തുടങ്ങി വെച്ചത് അല്ലെ?
പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭാഗമല്ലേ തുടങ്ങി വെച്ചേ കഴിഞ്ഞ ക്ലാസ്സില്? അതെ, എത്ര പോയിന്റ്സ് പറഞ്ഞിരുന്നു നമ്മള്? 2 പോയിന്റ് പറഞ്ഞു അല്ലെ? ഓക്കെ, ശരി. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് മിസ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് പറഞ്ഞത്? 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നാഷണൽ ഹെൽത്ത് പോളിസിയുമായി ബന്ധപ്പെട്ട് അല്ലെ? ഫസ്റ്റ് പറഞ്ഞത് ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താ? വളരെ നല്ലൊരു ദേശീയ ആരോഗ്യ നയം അല്ലെ? അത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദർ ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ നയം ഉറപ്പുവരുത്തുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു നല്ല ദേശീയ ആരോഗ്യ നയം ഓരോ സ്ഥാപനങ്ങളിലും ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? sound health administrative structure അല്ലെ? may be framed for the implementation of the health policy. ഇത്തരത്തില് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവർക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം നാഷണൽ ഹെൽത്ത് പോളിസികൾ അല്ലെങ്കിൽ ദേശീയ നയങ്ങളെ നടപ്പിലാക്കണമെങ്കിൽ അതിന് ആ ഒരു സ്ഥാപനത്തിൽ മികച്ച ഒരു ആരോഗ്യ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന രൂപപ്പെടുത്തിയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പോയിന്റ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ, ഒരു മികച്ച നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന രൂപീകരിക്കുകയും അതിലൂടെ ഈ ആരോഗ്യ ദേശീയ നയങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റേഷൻ നടത്തുക അല്ലെങ്കിൽ അതവിടെ നടപ്പിലാക്കുക. ക്ലിയർ ആണോ ആ 2 പോയിന്റ്? 2 പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഇനി വരുന്ന ഒക്കെ പോയിന്റ്സ് ആട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് പറയുന്ന സമയത്ത് ഒന്ന് ക്യാച്ച് ചെയ്ത് പോണേ. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കളയില്ല. അപ്പൊ അതുകൊണ്ട് പോയിന്റ്സ് പറയുന്ന സമയത്ത് ഓക്കെ ആണെങ്കിൽ ഓക്കെ കേട്ടോ. പിന്നെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലാത്തത് ഏത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ കേട്ടോ. പ്രിൻസിപ്പിളിൽ നിന്നാണെങ്കിലും ഒബ്ജക്റ്റീവിൽ നിന്നാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. പോയിന്റ്സ് എന്താണെന്ന് മിസ് പറയുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കണേ. അപ്പൊ ആ ഒരു ക്ലിയർ അല്ല എന്ന് പറയുകയാണെങ്കിൽ മിസ് അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം ടൈം പോകും. പക്ഷെ മെയിൻ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്രയും എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്നല്ല. നിങ്ങൾക്ക് കുറച്ച് ടൈം അതിന് കൊടുക്കാതെ വിചാരിച്ചിട്ടാ. അപ്പൊ ആ ഒരു എക്സാമിൽ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നത് ആ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചും കൂടി ടൈം നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഭാഗം ജസ്റ്റ് ഓരോ പോയിന്റ് പറയുമ്പോൾ ക്ലിയർ അല്ലേ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. അല്ല എങ്കിൽ മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റീവിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? അതുപോലെ ഈ ഭാഗമൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാട്ടോ. ഇൻക്ലൂഡഡ് ആയ ചെയ്ത് അല്ലെങ്കിൽ അല്ലാത്തത് ചെയ്ത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ വരാറുള്ളൂ. അത് വളരെ റെയർ ആയിട്ടേ വരാറുള്ളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് ആണെങ്കിലും പ്രിൻസിപ്പിൾ ആണെങ്കിലും. ഒബ്ജക്റ്റീവിൽ 1-2 പോയിന്റ്സ് ഷോർട്ട് ഫോംസ് വരുന്നുണ്ട്. അത് മിസ് അന്നേരം പറഞ്ഞു തരാം കേട്ടോ. Okay. Then third point, there should be integration of preventive and curative services at all administrative level. എന്താ? എല്ലാ ഭരണതലങ്ങളിലും പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിരോധവും രോഗശമനവും നൽകുന്ന രീതിയിലുള്ള ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു സംയോജനം ഉണ്ടായിരിക്കണം. എന്താണ്? ഇപ്പോ there should be integration of preventive and curative services at all administrative levels. എല്ലാ ഭരണതലങ്ങളിലും ഒരു രോഗശമനവും അതുപോലെ തന്നെ പ്രതിരോധ ശക്തിയും അല്ലെങ്കിൽ പ്രതിരോധവും രോഗശാന്തിയും നൽകുന്ന സേവനങ്ങളുടെ ഒരു സംയോജനം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് പ്രിൻസിപ്പിൾ ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, നല്ല മിസ്സിന് മനസ്സിലാവുള്ളേ. Okay. Fourth point, there should be centralized direction and decentralized action. എന്ന് വെച്ചാൽ എന്തായിരിക്കും? കേന്ദ്രീകൃത ദിശകളും വികേന്ദ്രീയ പ്രവർത്തനങ്ങളും. എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഒരുക്കുന്നത്? There should be centralized direction. നമുക്കറിയാം എന്താ? അതെ, ഹോസ്പിറ്റലിനുള്ളിൽ വെച്ചിട്ട് സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആണ് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിനുള്ളിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുറമേയുള്ള പ്രവർത്തനങ്ങളും ആണ്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഭരണമാണ് അല്ലേ? നമ്മളെ ഭരിക്കുക എന്നുള്ളതാണ്, ഭരണമാണ്. അപ്പൊ അവിടുത്തെ ഭരണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ ഒരു ഭരിക്കുന്ന ആളുകൾ എങ്ങനെയാ? നമുക്ക് ഡയറക്ഷൻസ് തരുന്നത് അവരാണ്, ശരിയല്ലേ? ആ ഒരു ഭരണ നേതാക്കളാണ് നമുക്ക് ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തരാം.
അവര് തരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ബാക്കിയുള്ള ആളുകൾ കാഴ്ചവെക്കുക. ശരിയല്ലേ? ഒരേ പ്രവർത്തനങ്ങളല്ലല്ലോ. ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം കൃത്യമായ ഡയറക്ഷൻസ് തരുന്നുണ്ടെങ്കിൽ അതെന്താണ്? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആണ് അല്ലെ? ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ദിശകൾ, ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെ? ആ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻ ആണ് അല്ലെ? അവിടെ ഒരുപോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ആണോ? ഒരേ സേവനങ്ങൾ അല്ലെങ്കിൽ ഒരുപോലെയുള്ള പ്രവർത്തനങ്ങളാണോ? അല്ല. ആ പറയുന്ന ഡയറക്ഷൻസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ സെൻട്രലൈസ്ഡ് എന്താണ്? ഡയറക്ഷൻസ്, അതായത് കേന്ദ്രീകൃത ദിശകളും വികേന്ദ്രീയ പ്രവർത്തനങ്ങളും. കേന്ദ്രീകൃത അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ എന്ന് കിട്ടുന്ന ആ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഡീസെൻട്രലൈസ്ഡ് ആക്ഷൻസ് ആകുക എന്ന് വെച്ചാൽ എന്താ? ഡിഫറെന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ക്ലിയർ ആണോ അത്? ആ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ശരി. അടുത്തത് planned health program should be based on priority and must meet the health requirements of people. എന്താ ഇവിടെ? എപ്പോഴും ഒരു ഹെൽത്ത് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആസൂത്രണം നടത്തുമ്പോൾ അത് ആരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചായിരിക്കണം? ആരുടെ പ്രയോറിറ്റി? ആർക്കാ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലില് ഒരു ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നു. അത് ആ ഹോസ്പിറ്റലിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഇഷ്ടത്തിനാണോ? അല്ല, പേഷ്യന്റിന്റെ ഇഷ്ടത്തിന് അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണോ അത് മനസ്സിലാക്കണം അല്ലെ? അവരുടെ ആരോഗ്യപരമായ ആവശ്യകതകൾ എന്താണോ അത് മനസ്സിലാക്കുകയും അത് നിറവേറ്റുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾക്ക് പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ആരോഗ്യ പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ അല്ലേ? എളുപ്പമാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ കിട്ടൂട്ടോ. ഓക്കെ, നെക്സ്റ്റ്, afford basic health services available, accessible and acceptable to the people. എന്താ? വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആക്കുക അല്ലേ? നമുക്കിപ്പോ നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അടിസ്ഥാനപരമായ എല്ലാ ആരോഗ്യ സേവനങ്ങളും ലഭിക്കുന്നില്ലേ? ബേസിക് ആയിട്ടുള്ള സർവീസുകൾ തരുന്നുണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലെവലിൽ അനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തില് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ, ഒരു അടിസ്ഥാനപരമായ ആരോഗ്യ സേവനങ്ങള് എല്ലാ ആളുകൾക്കും അവൈലബിൾ ആണോ? ലഭ്യമാണോ? അതുപോലെ അവർക്കത് ആക്സസിബിൾ ആണോ? അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലഭ്യമാക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ? അത് അവർക്ക് അക്സെപ്റ്റബിൾ ആണോ അല്ലെ? സ്വീകാര്യമാണോ എന്ന് കൂടി അഫേം ചെയ്യുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ്? ഒരു ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസുകൾ, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സേവനങ്ങള് അവർക്ക് ലഭ്യമാണോ? അതുപോലെ തന്നെ അവർക്ക് അതിലേക്ക് എത്താവുന്നതാണോ? അത് അക്സസിബിൾ ആണോ? അതുപോലെ തന്നെ അത് അക്സെപ്റ്റബിൾ ആണോ? അവർക്ക് അത് സ്വീകാര്യമാണോ എന്നതുകൂടി ഉറപ്പുവരുത്തുക. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, health consciousness should be encouraged through health education and by providing opportunity for participation of people in the health program. എന്താ? എപ്പോഴും ഒരു ആരോഗ്യപരമായ ഒരു അവബോധം എല്ലാ ആളുകളിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ആളുകൾക്കിടയിൽ നല്ല ആരോഗ്യത്തെ കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കണം അല്ലെ? ആരോഗ്യപരമായ വിദ്യാഭ്യാസം കൊടുക്കണം, വേണ്ടേ? അതിനു വേണ്ടിയിട്ട് എന്താ അവർക്ക് ചെയ്യേണ്ടത്? ആളുകളെ ഇത്തരത്തിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകളിൽ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കാളികളാകാനുള്ള അവസരങ്ങൾ നൽകുക അല്ലെ? അത്തരം ഹെൽത്ത് പ്രോഗ്രാമുകളിൽ അവർ പങ്കാളികളാവുമ്പോഴാണ് അവർക്ക് ആ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള കൃത്യമായ എഡ്യൂക്കേഷൻസ് കിട്ടുന്നതും ആ ഒരു മേഖലയിൽ അവർ അവെയർ ആവുന്നതും അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്തരം ഹെൽത്ത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു അവബോധം അല്ലെങ്കിൽ നല്ലൊരു കോൺഷ്യസ്നെസ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ് ഇത് സാധിക്കുക. അപ്പൊ അത്തരം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കിട്ടുന്നത് എങ്ങനെയാണ്? അവരെ ഹെൽത്ത് പ്രോഗ്രാമുകളിൽ പങ്കാളികളാക്കാനുള്ള അവസരങ്ങൾ നൽകുക എന്നതാണ്. ക്ലിയർ ആണ് ഇത്രയും പോയിന്റ്സ്? അപ്പൊ ആ ഒരു പോയിന്റ്സ് അത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. അല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. അതിനുശേഷം ബാക്കി പറയും.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണ്. ഡോക്ടർ ഹാവ് ടു ബി ട്രെയിൻ ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻ ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. എന്താ ഡോക്ടേഴ്സിനെ എങ്ങനെ പരിശീലനം നൽകണം എന്ന് പറഞ്ഞേ? ട്രെയിൻ ടു ആക്ട് ആസ് എങ്ങനെ ഒരു സോഷ്യൽ ഫിസിഷ്യൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെ, പ്രൊട്ടക്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സോഷ്യൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് വേണ്ടിയിട്ട് സൊസൈറ്റിക്ക് ഏറ്റവും ഗുണകരമാവുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആരോഗ്യത്തെ ഹെൽത്തെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സോഷ്യൽ ഫിസിഷ്യൻ എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് ഡോക്ടേഴ്സിന് മതിയായ പരിശീലനങ്ങൾ നൽകുക. ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. എന്താ നല്ല ആരോഗ്യപരമായ ജീവിതം നയിക്കാനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോ ഈ ഒരു സോഷ്യൽ ഫിസിഷ്യൻ എന്ന നിലയിലുള്ള ഡോക്ടർ പ്രവർത്തിക്കാനും അതിനനുസരിച്ച് അവർക്ക് നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ശരിയായ രീതിയിലുള്ള പരിശീലനങ്ങൾ നൽകുക. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് പറയുന്നത് നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. അപ്പൊ ഡോക്ടേഴ്സിന് മാത്രം കൊടുത്താൽ പോരാ, അല്ലെ, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന നഴ്സിംഗ് ജീവനക്കാർക്കും മറ്റ് ഹെൽത്ത് ജീവനക്കാർക്കും ഒക്കെ എന്ത് ചെയ്യാ? കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്. എന്താ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഡിസീസ് പ്രിവെൻഷൻ, അതുപോലെ തന്നെ ഹെൽത്തിന്റെ പ്രൊമോഷൻ മുതലായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കമ്മ്യൂണിറ്റിയെ അടിസ്ഥാനമാക്കി, അതെ, കമ്മ്യൂണിറ്റിക്ക് എന്താണോ ആവശ്യമായി വരുന്നത് അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ കാര്യങ്ങള് പ്രൊട്ടക്ട് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പരിശീലനങ്ങള് നഴ്സിംഗ് ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഹെൽത്ത് ജീവനക്കാർക്കും ഒക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് നൽകുക. ഓക്കെ അല്ലേ? അടുത്തത് ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസസ് ടു പീപ്പിൾ. എന്താണ്? പുതിയതായിട്ട് വരുന്ന ജീവനക്കാരൻ, അല്ലെ, പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ഹെൽത്ത് പേഴ്സണൽസ് ഉണ്ടാവും, അല്ലെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ്, അറിവോ കാര്യങ്ങളോ ഒന്നും ഈ മേഖലയിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ കൊടുത്ത് ആളുകൾക്ക് ശരിയായ രീതിയിലുള്ള സർവീസുകൾ എങ്ങനെ നൽകാം അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് പുതിയ കാറ്റഗറിയിലുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സണൽസിനും നൽകുക. Then all the systems of medicine should be promoted to provide decent health care to people. എന്താ? ആളുകൾക്ക് ചിലപ്പോ ഇപ്പൊ ഓരോ വ്യക്തികളുടെയും അവർക്ക് കിട്ടുന്ന അവരുടെ ആ ഒരു അവർ ഫോളോ ചെയ്യുന്ന വൈദ്യ സമ്പ്രദായം എന്ന് പറഞ്ഞ വ്യത്യസ്തമായിരിക്കും, അല്ലെ. ചില ആളുകള് അലോപ്പതി മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ആയുർവേദ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്, ഹോമിയോവുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട്, അല്ലെ. അപ്പൊ അത്തരത്തില് ഏത് വൈദ്യ സമ്പ്രദായമാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട്, അല്ലെ. അപ്പൊ ഇന്നത് മാത്രം എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം മാത്രം പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, അല്ലെ. ആളുകൾക്ക് വളരെ മാന്യമായ രീതിയിലുള്ള ആരോഗ്യ പരിചരണം കിട്ടണം, അത്ര മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ. അപ്പൊ ആരോഗ്യപരമായ വളരെ മാന്യമായിട്ടുള്ള ആരോഗ്യപരമായ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള വൈദ്യ സമ്പ്രദായങ്ങളും എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ ആണോ? അടുത്തത് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് ദ വില്ലേജ് ലെവൽ. എന്താ? ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ എന്താ ഇപ്പൊ വില്ലേജ് ലെവൽ, ഗ്രാമതലത്തിൽ വരെയും ആരോഗ്യ പ്രോഗ്രാമുകളില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ, അവിടെയുള്ള പ്രാദേശിക ആളുകളുടെയൊക്കെ പങ്കാളിത്തങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പൊ അതിലൂടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും.
അടുത്തത് there should be provision for staff development program. അതോടൊപ്പം തന്നെ സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റാഫിന് ഉണ്ടായിരിക്കണം അല്ലെ. എന്നാലല്ലേ നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളുടെ ഒരു പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും അടുത്ത സെക്ഷൻ ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, എന്നിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ പ്രിൻസിപ്പിൾ ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാണ്. ഒബ്ജക്റ്റീവ്സും ഇതുപോലെ തന്നെ വായിച്ചു വെച്ചാൽ മതി. അതിൽ ചില ഒന്ന് രണ്ട് പോയിന്റ്സ് ചിലത് മാത്രം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് SOP പോലെയുള്ള ഒന്ന് രണ്ടെണ്ണത്തിന്റെ ഒരു എക്സ്പാൻഡ് ഫോം പറയുന്നുണ്ട്. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഇൻക്ലൂഡഡ് ആയത് ചെയ്ത് ആ രീതിയിലുള്ള ക്വസ്റ്റിനെ വരുള്ളൂ കേട്ടോ. ഒബ്ജക്റ്റീവ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറ് കുറവാണ്. കാരണം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതിന്റെ ആ ഒരു സെന്റൻസ് വൈസ് ഒരു പോയിന്റ് തന്നെ നോക്കി ലെങ്തി ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറവാണ്, വളരെ കുറവാണ് വരാണെങ്കിൽ തന്നെ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. To promote awareness of health care among all sections of people. എന്താ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് to promote awareness of health care among all sections of people. എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഉള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ഒന്നാമത്തത്? എല്ലാ സെക്ഷനുമുള്ള എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. ക്ലിയർ ആണോ? അത് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓക്കെ ആണോ? സെക്കൻഡ് ഒബ്ജക്റ്റീവ് to promote awareness among functionaries included in health and hospital management. എന്താ ഉദ്ദേശിക്കുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫംഗ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ആരാ? ഉദ്യോഗസ്ഥരാണ് കേട്ടോ. ഫംഗ്ഷണറീസ് എന്ന് പറയുന്നത് ഇവിടെ ഫംഗ്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരുടെ ഇടയിലും ഈ ഒരു അവയർനെസ് കൊണ്ടുവരണോ? അപ്പൊ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിലും ഈ ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് വൺ പറഞ്ഞാല് എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ ആ ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ അല്ലേ? തേർഡ് വൺ, ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് health and hospital management to make better the efficiency of healthcare delivery system. എന്താണ്? ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഏത് മേഖലയിലെ റിസർച്ച് ആണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? ഏത് മേഖലയിലാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. കേട്ടോ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ്? എൻകറേജ് ചെയ്യുക. ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി. എന്തിനാ ഇത്തരത്തിലുള്ള റിസർച്ചുകൾ നമ്മൾ നടത്തുന്നത്? ആ ഒരു മേഖല കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
അല്ലെ? കുറച്ചും കൂടി മികച്ചതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ആ ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ആരോഗ്യ പരിചരണ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ആരോഗ്യ പരിചരണ സംവിധാനം അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അല്ലെങ്കിൽ സംവിധാനങ്ങൾ കുറച്ചും കൂടി വളരെ എഫിഷ്യന്റ് ആക്കാൻ, കുറച്ചും കൂടി നല്ല ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ നല്ല കാര്യക്ഷമതയുള്ളതാക്കാൻ വേണ്ടിയിട്ട്, ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന ആ ഒരു മേഖലയില് ശരിയായിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓ, ഫോർത്ത് പോയിന്റ്, ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എന്താണ് ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങൾ, ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആശുപത്രി സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണം ഒക്കെ എന്ത് ചെയ്യുക, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വികസനത്തെ പ്രോത്സാഹിപ്പിക്കാം. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ, നല്ല ക്വാളിറ്റിയിലുള്ള ആരോഗ്യ സേവനങ്ങളും കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണങ്ങളും വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനങ്ങൾ നൽകുക. ഓക്കെ അല്ലേ? Then അടുത്തത്, to encourage a meeting to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of hospital and health care delivery system. അതായത് ഇവിടെ പതിവായിട്ട് മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കാനാണ്. ആരുടെയൊക്കെ ഇടയിലുള്ള മീറ്റിങ്ങുകളാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സുമായി ബന്ധപ്പെട്ടാവാം, അക്കാഡമിഷ്യൻസിന് ഇടയില്, അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇടയില്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നിയമാനുസൃതമായിട്ടുള്ള ബോഡികൾക്കിടയില്, പബ്ലിക്കിനെ ഉൾപ്പെടുത്തി, അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മീറ്റിങ്ങുകള് പ്രോത്സാഹിപ്പിക്കാണ്. അപ്പൊ അങ്ങനെ മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഐഡിയാസും ഇൻഫർമേഷൻസും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെ? ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഐഡിയാസ്, ഇപ്പൊ ഒരു പർട്ടിക്കുലർ കാര്യത്തെ പറ്റിയുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ അവിടെ അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അഭിപ്രായങ്ങളും ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യാം, അല്ലെ? ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പബ്ലിക്കിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇൻഫർമേഷൻസും ഐഡിയാസും അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ആരോഗ്യ വിതരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാനും നമുക്ക് ആ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് അത് ഇംപ്രൂവ് ചെയ്യാനും പറ്റില്ലേ? പറ്റോ? അപ്പൊ അത്തരത്തില് ആ പബ്ലിക്കിനെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവിടെ അവർക്കിടയിലുള്ള ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിലൂടെ ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഹോസ്പിറ്റലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെയും ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലിന് വേണ്ടി ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണ്? ഫിഫ്ത്ത് പോയിന്റ് മനസ്സിലായോ? അപ്പൊ ആ 5 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഏതാണ് പറയേണ്ടത് ശരണ്യ? ഏത് പോയിന്റ് ആണ് മനസ്സിലാവാതെ? ഏത് പോയിന്റ് ആണ് മനസ്സിലാവാത്തത്? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഒരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക.
രണ്ടാമത് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കിടയിലും ഇതേ രീതിയിലുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ചുകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ നമുക്ക് ആ ഒരു ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത മികച്ചതാക്കി മാറ്റാനായിട്ട് സാധിക്കും. നാലാമത് പറഞ്ഞത് എന്താ, എന്തിന്റെ വികസനം, ഒരു ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ മുതലായ മേഖലയിലെ വികസനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അഞ്ചാമത് പറഞ്ഞത് നല്ല രീതിയിലുള്ള മീറ്റിംഗ്സ് പ്രോത്സാഹിപ്പിക്കുക. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പബ്ലിക്, ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റിംഗുകൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസും ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ആ ഹോസ്പിറ്റലിന്റെ ആയിക്കോട്ടെ, അവർ നൽകുന്ന ആരോഗ്യ വിതരണ സംവിധാനങ്ങളുടെ ആയിക്കോട്ടെ, ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലും നടത്താൻ സാധിക്കും. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ്, to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community. എന്താ ഇവിടെ അക്രഡിറ്റേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് അത്. To evolve norms and standards for accreditation of the healthcare organizationsന്റെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് എന്താ, അവര് പാലിക്കേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായിട്ട് വികസിപ്പിക്കുക. അതുപോലെ തന്നെ അഡോപ്റ്റ് മീൻസ് ഓഫ്, അവിടെ വികസിപ്പിച്ച് അതവിടെ അവര് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് സ്വീകരിക്കേണ്ടത്? അത് അവര് കൃത്യമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണം അല്ലെ? വിലയിരുത്തണ്ടേ? അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവിടെ നമ്മൾ അത് ഇവാലുവേഷൻ നടത്തണം അല്ലെ? അപ്പൊ അത്തരത്തില് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത് അവിടെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ വഴികൾ എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക. എന്താണ്? To increase the quality of health care in the community. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ആരോഗ്യം, നല്ല ഗുണനിലവാരമുള്ള നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് നല്ല ആരോഗ്യ പരിചരണം, നല്ല ക്വാളിറ്റിയുള്ള അല്ലെ, എപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ആണ് നമ്മള് ഒരു അക്രഡിറ്റേഷൻ വഴി പ്രധാനമായിട്ട് മെയിൻ ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത്തരത്തില് നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിചരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ പോലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി വാലുവേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ വഴികൾ കണ്ടെത്തുകയും ഇതിലൂടെ നല്ല കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു നല്ല നിലവാരമുള്ള ആരോഗ്യ പരിചരണം നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ പോയിന്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമല്ലേ? അടുത്തത് to provide opportunity for training and research in all sides of hospital services, healthcare delivery system and healthcare administration. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളും, അതായത് ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകൾ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ഡെലിവറി ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളായിക്കോട്ടെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലെയും എന്താണ് ട്രെയിനിങ്ങുകള്, റിസർച്ച് മുതലായവയ്ക്കുള്ള ഒരു അവസരങ്ങൾ നൽകുക. അപ്പൊ അത്തരത്തില് എല്ലാ വശങ്ങളിലും നല്ല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ആവശ്യമായ രീതിയിലുള്ള കൊടുക്കുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ നൽകുന്നതിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യ പരിചരണം കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള സർവീസുകൾ ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി, എന്തിനുള്ള അവസരങ്ങളാണ്? ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഏതൊക്കെ മേഖലയില്? ഹോസ്പിറ്റൽ എല്ലാ സ്പെഷ്യലിലും, അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ സർവീസുകളിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു, ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ വശങ്ങളിലും പരിശീലനവും റിസർച്ചുകളും നടത്താനുള്ള അവസരങ്ങൾ നൽകുക. ക്ലിയർ ആണോ? അത് ഓക്കെ അല്ലേ പോയിന്റ്? ഇനി അടുത്തത്
to renovate the knowledge and skill of the health and hospital administrators and other personnel included in the management of healthcare organization by way of continuous education and research. എന്താ ഇവിടെ റിനോവേറ്റ് ദ നോളജ്, ആരുടെ നോളജും സ്കില്ലും ആണ് റിനോവേറ്റ് ചെയ്യേണ്ടത്? ആരുടെ നോളജും സ്കില്ലും അവിടെ പറയുന്നേ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ, ആൻഡ് അതർ പേഴ്സണൽ ഇൻക്ലൂഡിംഗ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ, അവിടെ അതിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു മാനേജ്മെന്റിൽ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ മാനേജ് ചെയ്യുന്ന ആ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരുമായി ബന്ധപ്പെട്ട മറ്റു ജീവനക്കാരുടെയും നോളജും സ്കില്ലും, അവരുടെ അറിവും കഴിവും ഒക്കെ റിനോവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് അവരുടെ നോളജും സ്കില്ലും റിനോവേറ്റ് ചെയ്യാൻ പറ്റുക? എന്തിലൂടെയാ? by the way of continuous education and research അല്ലെ, തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻസും പഠനങ്ങളും റിസർച്ചുകളും ഒക്കെ നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാൻ, നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ക്ലിയർ ആണോ? പോയിന്റ് മനസ്സിലായില്ലേ? അടുത്തത് to encourage and grant recognition to research in the field of health and hospital management and to accord award, scholarship and assistance in other suitable forms to deserving individual and institution. India to encourage a grant recognition to research in the field of health and hospital management. Health and hospital management മേഖലകളിൽ വളരെ നല്ല രീതിയിലുള്ള റിസർച്ചുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം നൽകുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുക. അതുപോലെ തന്നെ അക്കോർഡ് അവാർഡുകൾ. ഇപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവാർഡുകൾ കൊടുക്കുക, സ്കോളർഷിപ്പുകൾ കൊടുക്കുക, മറ്റ് സഹായങ്ങൾ അല്ലെ, അസിസ്റ്റൻസ് ഇൻ അതർ സ്യൂട്ടബിൾ ഫോംസ്, അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുക. ടു ഡിസർവിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നൽകണം അല്ലെ. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ രീതിയിലും മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നതായിരിക്കും, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? കൃത്യമായ അവാർഡുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ അസിസ്റ്റൻസും ഒക്കെ അവർക്ക് കൊടുക്കാം. അതിൽ തന്നെ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെ, സ്റ്റാഫുകളിൽ തന്നെ മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അത്തരത്തില് അർഹരായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട് എങ്കിൽ ആ വ്യക്തികൾക്ക് സ്കോളർഷിപ്പുകളോ അവാർഡുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അസിസ്റ്റൻസും ഒക്കെ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, to function as an advisory or consultative body in the best interest of the community and country to central and state government, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related or associated organization when needs or emerges or services are demanded for. ഇവിടെ അതിന്റെ ആവശ്യകത, അതായത് ഇവിടെ ഒരു ഫംഗ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, എന്താ? ഒരു ഉപദേശക സമിതിയായി പ്രവർത്തിക്കാനുള്ളതാ. അത് അവിടുത്തെ കമ്മ്യൂണിറ്റിയുടെയും കൺട്രിയുടെയും ഒക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഉപദേശക സമിതി. അത് ആവശ്യമായിട്ട് വരുന്ന അത്തരത്തിലുള്ളൊരു ഡിമാൻഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനം ആവശ്യമായി വരുന്ന സമയങ്ങളിൽ ഇപ്പൊ ഒരു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണ്ടിയിട്ടാവാം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷന് വേണ്ടിയിട്ടോ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് അസോസിയേറ്റഡ് ഓർഗനൈസേഷൻ മുതലായ എല്ലാ സ്ഥാപനങ്ങളുടെയും അവർക്ക് ആവശ്യമായി വരുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കൺട്രിയുടെയൊക്കെ മികച്ച താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഓരോ കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമുള്ളൊരു ഉപദേശക സമിതിയായി നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് അഡ്വൈസറി ഒരു കൺസൾട്ടേറ്റീവ് ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ടു ഇവോൾവ് നോംസ് എന്ന് പറയുന്നത് തുടങ്ങി ഈ ഒരു ഫംഗ്ഷൻ ആസ് എൻ അഡ്വൈസറി ഒരു കൺസൾട്ടേറ്റീവ് ബോഡി എന്ന് പറയുന്ന പോയിന്റ് വരെ വേഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യാം കേട്ടോ.
ശരി, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ശരി. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാട്ടോ മിസ്. ടു ഹെൽപ് ടു പ്രിപ്പയർ SOP. SOPയുടെ എക്സ്പാൻഡ് ഫോം എന്താ? അത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. SOPയുടെ എക്സ്പാൻഡ് ഫോം എക്സാമിന് ഈ ഒരു ഭാഗത്ത് ആകെ ചോദിക്കാവുന്ന രണ്ട് മോഡൽ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഒന്ന് ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന രീതിയിൽ ചോദിക്കാം. അല്ല എങ്കിൽ SOPയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അപ്പൊ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കണേ. പിന്നെയും പറയാനുണ്ട് മിസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ എക്സ്പാൻഡ് ഫോം അവിടെ തന്നെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ടു ഹെൽപ് ടു പ്രിപ്പയർ SOP എന്താ? ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അവരുടെ നിലവാരത്തിൽ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. മാനുവലുകള്, ലിറ്ററേച്ചറുകള്, ബുക്ക് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. എന്തിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് ഇത് തയ്യാറാക്കേണ്ടത്? ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്, textbook for health management courses for benefit of the student and faculty, hospital and healthcare organization and academic institution. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാനുവലുകള്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ബുക്ക്, അതുപോലെയുള്ള ലിറ്ററേച്ചറുകള് മുതലായവയ്ക്ക് തയ്യാറാക്കാനായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ സഹായങ്ങൾ നൽകുക. To help to prepare SOP, standard operating procedures, മാനുവലുകള്, ലിറ്ററേച്ചർ, ബുക്കുകള് ഏതൊക്കെ മേഖലയുമായി ബന്ധപ്പെട്ട? ഹെൽത്ത് കെയർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ എന്തുമായി ബന്ധപ്പെട്ട്? ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻസിനും ഫാക്കൾട്ടിക്കും ഒക്കെ പ്രയോജനകരമാവുന്ന ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസുമായി ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇത്തരത്തിലുള്ള മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകള്, ലിറ്ററേച്ചറുകള്, മാനുവലുകള്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് മുതലായവയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായിക്കുക. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏതൊക്കെ മേഖലയാണെന്നൊന്നും ചോദിക്കാറില്ല. എന്തിനു വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു? SOPയും മാനുവല്, ലിറ്ററേച്ചർ, ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ ആണല്ലോ? ഒരു പോയിന്റ് ക്ലിയർ ആയില്ലേ? അടുത്ത പോയിന്റ് പറയുന്നത് ടു ടാക്കിൾ professional consultancy in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facility and services for overall improvement of the facility. എന്താ ഇവിടെ? To tackle professional consultancy, അതായത് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ് ഏതൊക്കെ മേഖലയാണെന്ന് ആദ്യം നോക്കാം. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റികൾ ആൻഡ് സർവീസുകൾ മുതലായിട്ടുള്ള ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ്. ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റികളും, എല്ലാ സൗകര്യങ്ങളുടെയും ഒരു ഓവറോൾ ഇംപ്രൂവ്മെന്റ്, മൊത്തത്തിലുള്ള ഒരു മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാക്കിളിംഗ് പ്രൊഫഷണൽ കൺസൾട്ടൻസി. എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? എന്തായിരിക്കും? ഒരു വിദഗ്ധ അഭിപ്രായം അല്ലെ? അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഫെസിലിറ്റിയുടെ എല്ലാത്തിന്റെയും ഒരു ഓവറോൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ അതെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയുടെ ഒരു വിദഗ്ധ അഭിപ്രായം എന്ത് ചെയ്യുക? സ്വീകരിക്കുക. എന്താ? ആ ഒരു വിദഗ്ധ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കൃത്യം. അതിപ്പോ ഒരു തൊഴിൽപരമായിട്ട് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യം, അവരിൽ നിന്ന് ഒരു വിദഗ്ധ അഭിപ്രായം എന്ത് ചെയ്യുക? പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വിദഗ്ധ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന മേഖലകളിലെ ഓവറോൾ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇത്തരം ഫെസിലിറ്റികളുടെ മൊത്തത്തിലുള്ള ആ ഒരു മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടി. ക്ലിയർ അല്ലേ? ആ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത പോയിന്റ് to conduct inter-hospital or institution award competition on different parameters to bring competitiveness for enhancing healthcare quality and training. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റല് അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിലൊക്കെ ഇന്റർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുകയാണ്. അപ്പൊ അങ്ങനെ അവാർഡ് കോമ്പറ്റീഷൻസ് നടക്കുമ്പോൾ
പല മാനദണ്ഡങ്ങളെ പല കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അവാർഡ് കോമ്പറ്റീഷൻസ് നടത്താം. അപ്പൊ അങ്ങനെ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ അവരുടെ ഇടയിൽ ഒരു മത്സര ബുദ്ധി വരില്ലേ? വരുമോ? അപ്പൊ ഒരു മത്സര ബുദ്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്യും? മറ്റുള്ള ആളുകളെക്കാൾ മികച്ചതായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെ? മറ്റുള്ള സ്ഥാപനങ്ങളെക്കാൾ കടത്തി അല്ലെങ്കിൽ ഞങ്ങൾ മുന്നിൽ വരണം എന്ന രീതിയിൽ ആ ഒരു മത്സര മനോഭാവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ മെച്ചപ്പെട്ട സർവീസുകൾ കൊടുക്കാനല്ലേ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരിൽ മുന്നിൽ വരാനല്ലേ ശ്രമിക്കുക. അപ്പൊ അതിന്റെ ഹെൽപ്പ് അതെന്താ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? അതിലൂടെ നമുക്ക് ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന പരിശീലനങ്ങളായിക്കോട്ടെ മികച്ചതായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഫെസിലിറ്റിയും സർവീസുകളും കൊടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇടയിൽ അവാർഡ് കോമ്പറ്റീഷൻസ് പല ഡിഫറെന്റ് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് ഹെൽത്ത് കെയർ ക്വാളിറ്റിയും ട്രെയിനിങ്ങും ഒക്കെ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാൻ, അതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ട്. Then last point, to realize and make facility to the individual who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. എന്തായിരിക്കും? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന മേഖലയുടെ പൊതുവായിട്ടാവാം അല്ലെങ്കിൽ അക്കാഡമിക് രീതിയിലാവാം ഒരു എക്സ്ട്രാ ഓർഡിനറി അസാധ്യമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക? കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുക. അപ്പൊ അത്തരത്തിൽ നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, അല്ലെ? അപ്പൊ അത്തരത്തിൽ നല്ല കോൺട്രിബ്യൂഷൻസ്, അതായത് അസാധ്യമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പൊതുവായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള അക്കാഡമിക് മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കാം. അങ്ങനെ എന്തുമായിട്ട് അവർക്ക് ശ്രദ്ധേയമായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ഒരാളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അവർക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും അവാർഡുകളും അവർ അംഗീകാരമൊക്കെ കൊടുക്കുമ്പോഴാണ് മറ്റുള്ള ആളുകൾ കൂടി ഇതിലേക്ക് ഇറങ്ങാനായിട്ട് അതൊരു പ്രോത്സാഹനമാവുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു 4 പോയിന്റ്സ് കൂടി ഉള്ളത് വേഗം ഒന്ന് വായിച്ചു നോക്കിയോ മക്കളെ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. വായിച്ചോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ പ്രിൻസിപ്പിളിൽ നിന്നിട്ട് പ്രിൻസിപ്പിൾ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള രീതിയിൽ പ്രിൻസിപ്പിൾസിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസും അതിൽ ഉൾപ്പെടുന്നവ ഏത്, ഉൾപ്പെടാത്തത് ഏത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. ഒബ്ജക്റ്റീവ്സിൽ നിന്നാണെങ്കിലും ഉൾപ്പെടുന്നവ ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു SOPയുടെ എക്സ്പാൻഡഡ് ഫോം അത് മാത്രം നോക്കാട്ടോ. വായിച്ചു മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ സ്വാധീനം
അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? പല ചാപ്റ്റേഴ്സ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടില്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ? CSST-യുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് ചെയ്യുക, സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, പഠിച്ചില്ലേ? ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് എപ്പോഴും അത് അളക്കുന്നതിന് വേണ്ടിട്ട്, അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ ശരിയാണോ, ഇപ്പൊ സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിട്ടാ അല്ലെ? നമ്മൾ മറ്റതാണെങ്കിലോ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിട്ട് അല്ലെ? അപ്പൊ ഇവിടെയും നമ്മുടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചകങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചകങ്ങൾ. ക്ലിയർ ആയോ? ആരുടെ ആരോഗ്യമായിരിക്കും അളക്കേണ്ടത്? പോപ്പുലേഷന്റെ. പേഷ്യന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പോപ്പുലേഷന്റെ. ഇനി വരുന്നതൊക്കെ നമ്മൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാട്ടോ. പേഷ്യന്റ് എന്ന നിലയിൽ ആ ഒരു അതല്ല, നമ്മൾ പൊതുവായിട്ടുള്ള ഒരു ഓവർ ആയിട്ടുള്ള കാര്യം പറയുന്നത്. പോപ്പുലേഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാം. അപ്പൊ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതിന് ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണ്? ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരാളാണോ ഉണ്ടാവുക? ഒരാളാണോ? അല്ല, ഒത്തിരി പേരുണ്ടാവും അല്ലെ? ഒരു കൂട്ടമാണ് അല്ലെ? ഒരു ഏരിയയിൽ, ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ പോപ്പുലേഷൻ എന്നത് കൊണ്ടെടുക്കുന്നത്. അപ്പൊ ആ ഒരു പോപ്പുലേഷനിലെ ഹെൽത്ത് എത്രത്തോളമാണ്, ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ആദ്യമായി അതിനെ പറ്റി ഒരു ധാരണ വന്നാൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിയേ, health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. അപ്പൊ ഇവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നമുക്ക് വളരെ മൂല്യവത്തായിട്ട് നമുക്ക് തിട്ടപ്പെടുത്താവുന്ന, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സവിശേഷതകളാണ് നമ്മൾ ശരിക്കും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമുക്ക് ഒരു പോപ്പുലേഷനിലെ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന മൂല്യവത്തായിട്ടുള്ള സവിശേഷതകളാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ഇത് റിസർച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ റിസർച്ചേഴ്സ് ഇതൊരു സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട്, എന്താണ് സപ്പോർട്ടീവ്, സഹായിക്കുന്ന ഒരു തെളിവായിട്ട് യൂസ് ചെയ്യും. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി? ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിസർച്ചേഴ്സ് ഒരു സപ്പോർട്ടീവ് എവിഡൻസ് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിലെ വളരെ മൂല്യവത്തായിട്ടുള്ള തിട്ടപ്പെടുത്താവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് ഇതിന് പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി. നിങ്ങൾ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, സർവേ മെത്തേഡ്സിലൂടെയാണ്. സോഷ്യലിലൊക്കെ പഠിച്ചിട്ടില്ലേ? സർവേ, സാമ്പിളുകൾ എടുക്കുന്നു, സർവേ നടത്തുന്നു അല്ലേ? അപ്പൊ ഒരു പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുണ്ട് അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റിയില്. എല്ലാവരെയും മൊത്തത്തിലെടുത്ത് സാമ്പിൾ എടുക്കാനും സർവേ നടത്താന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. മൊത്തത്തിലുള്ള ആളുകളെ മുഴുവൻ എടുക്കാന്ന് തീരുവോ? തീരില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാമ്പിൾ കളക്ട് ചെയ്യാം. ഒരു പോപ്പുലേഷനിൽ ഒരു സാമ്പിൾ, കുറച്ച് ഏരിയ മാത്രം കളക്ട് ചെയ്തിട്ട് മൊത്തത്തിലാണെങ്കിൽ ജനറലൈസ് ചെയ്യും അല്ലെ? അങ്ങനെയാ ചെയ്യാം. അപ്പൊ ഇവിടെയും റിസർച്ചേഴ്സ് സർവേ മെത്തഡോളജി ഉപയോഗിച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. സർവേ മെത്തഡോളജി ഉപയോഗിച്ച് മനസ്സിലാക്കും. ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ. അപ്പൊ സർവേ എന്ന് പറയുന്ന ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അവരൊരു പോപ്പുലേഷൻ സാമ്പിൾ എടുക്കുന്നു, അവിടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അവിടെ വരെ ക്ലിയർ ആണോ? അതിനുശേഷം അവർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് പൈ ഡയഗ്രം ആയിരിക്കും, അല്ലെങ്കിൽ എന്താ നമ്മുടെ ചാർട്ടുകൾ വഴിയായിരിക്കും, ഗ്രാഫ് വഴിയായിരിക്കും, അങ്ങനെ പല രീതിയിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ പോപ്പുലേഷനെ വെച്ചിട്ട് അതിൽ ഇത്ര ശതമാനം ആളുകൾ ഇങ്ങനെ, ഇത്ര ശതമാനം ആളുകൾ ഇങ്ങനെ, അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവരിൽ കിട്ടിയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ഒരു സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഗ്യാദർ ടു ദ ടോട്ടൽ പോപ്പുലേഷൻ എന്ന നിലയിലേക്ക് അവര് ജനറലൈസ് ചെയ്യാണ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? And then use that എന്താണ് population and then use the statistical analysis to make a statement about the health of a population. അപ്പൊ ഇത്തരത്തിൽ അവർ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിക്കൊണ്ട്
ആ ഒരു പോപ്പുലേഷനിലെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്താൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സവിശേഷതകളാണ്. അത് ആരെ യൂസ് ചെയ്യുന്നത്? ആരാ ഉപയോഗിക്കുന്നത്? റിസർച്ചേഴ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തെളിവായിട്ട് ഇവരത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ നോർമലി റിസർച്ചേഴ്സ് ഒരു പോപ്പുലേഷന്റെ സാമ്പിൾ ആണ് കളക്ട് ചെയ്യുക. ആ സാമ്പിളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് സർവേ മെത്തേഡിലൂടെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. സർവേ മെത്തേഡിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. അതിനുശേഷം കിട്ടിയ ഇൻഫർമേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി അനാലിസിസ് ചെയ്ത് അത് ആ മൊത്തം പോപ്പുലേഷന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ ആ ഒരു റിസൾട്ട് ആണെന്ന രീതിയിലേക്ക് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ജനറലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇനി ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഗവൺമെന്റ് യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യപരമായിട്ടുള്ള പോളിസികൾ തയ്യാറാക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായാലല്ലേ അവരുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് നമുക്ക് പുതിയ പുതിയ പോളിസികളും കാര്യങ്ങളും രൂപീകരിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അവരുടെ പോപ്പുലേഷന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് എന്തിന്റെയും ലക്ഷ്യം, അല്ലെ? ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പുതിയ പുതിയ ഹെൽത്ത് കെയർ പോളിസികള് രൂപീകരിക്കണമെങ്കിൽ ആദ്യം ആ ആരോഗ്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അവരുടെ, അല്ലെ? ഹെൽത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ആ പോപ്പുലേഷന്റെ. അപ്പൊ അതിനനുസരിച്ച് വേണം പുതിയ പോളിസികൾ തയ്യാറാക്കാൻ. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റും ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ ആണോ? ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? അതിനുശേഷം ഇനി അടുത്ത ക്ലാസ്സിലെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. അപ്പൊ പഠിപ്പിച്ച ഭാഗങ്ങളിലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.